ഫോർഡിൻ്റെ സർവീസൊക്കെ ഇപ്പോഴും കിട്ടും. നിങ്ങൾക്ക് ഈ വണ്ടിക്ക് പറ്റിയ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ ഫോർഡിൻ്റെ ഷോറൂം പോയാൽ ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം സർവീസ് എല്ലാം അവൈലബിൾ ആണ്. 18 ഗുണം എന്ന് വെച്ചാൽ നമ്മൾ അധികം ഡ്രൈവിംഗ് അറിയാത്തവർക്ക് പെട്ടെന്ന് ഒരു കയറ്റത്തിലൊക്കെ വണ്ടി വെച്ചാൽ പുറകോട്ടേക്ക് ഇറങ്ങിയപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നോർമൽ MT പോലത്തെ അല്ലേ ഇപ്പോഴും ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം പക്ക വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ RC പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, പഴയ പോലെ എനിക്ക് എൻ്റെ RC ഒക്കെ പോയിട്ട് കൊണ്ടുപോയി കൊടുത്ത് മാറ്റുന്ന സിസ്റ്റം ഇപ്പം നിലവിലില്ല. ഇപ്പോൾ തന്നെ ഫ്ലഡ് ആണ്. ഓക്കെ, ഇയാൾ സെക്കൻഡ് എടുത്ത വണ്ടിയാണ്. ഇയാൾക്ക് ഇതിനെ പറ്റി അറിയില്ല. ഇയാൾ ഫ്ലഡ് വണ്ടി ഇയാളുടെ കുടുംബത്തിൽ നിന്ന് ആരോ തന്നതായിരുന്നു, അറിയില്ല. അപ്പോൾ ഞങ്ങനെ പറഞ്ഞത് ഫ്ലഡ് എന്ന് പറഞ്ഞപ്പോൾ ആളാകെ ഷോക്കായി. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ഷോറൂമിൽ വന്നിരിക്കുകയാണ്. കാർലറ്റ് എന്നാണ് ഷോറൂമിൻ്റെ പേര്. അപ്പോൾ കാർലറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാം. കാർലറ്റിൻ്റെ ഓണറെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ്, വെൽക്കം ടു കാർലറ്റ്. ട്രൂ ചോയ്സ്, കാർലറ്റ് ബൈ ട്രൂ ചോയ്സ്, അതാണ് പുതിയ പേര്. ട്രൂ ചോയ്സിന്റെ പുതിയ പേര് ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് മാറ്റിയാണ് കാർലറ്റ് ബൈ ട്രൂ ചോയ്സ്. നമ്മൾ കഴിഞ്ഞ മുന്നത്തെ വീഡിയോ അനൗൺസ് ചെയ്തു. 2 വീഡിയോ മുമ്പാണ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാറ്റി വരുന്നു, സ്ഥലങ്ങളൊക്കെ മാറി വരുന്നു. ഓക്കെ, അപ്പോൾ ട്രൂ ചോയ്സ് ഉള്ള പേജ് എല്ലാം ഉണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാ, യൂട്യൂബ് എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം ഇനി കാർലറ്റ് ആവും. കാർലറ്റ് ഓരോന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. കാർലറ്റ് ആയി തുടങ്ങി. ഓക്കെ, അങ്ങനെ ഓരോ ഭാഗങ്ങൾ നമ്മൾ നെയിം ബോർഡ് മാറുന്നുണ്ട്. നമ്മൾ ലോ ബഡ്ജറ്റിനായിട്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ പഴയ ഷെഡ്, പഴയ ആട് ലോ ബഡ്ജറ്റിന്റെ, അത് എത്ര സെഗ്മെന്റ് താഴെ? ഒരു 3 ലക്ഷത്തിന്റെ ഉള്ളിൽ വരുന്ന വണ്ടികൾ മൊത്തം അങ്ങോട്ടേക്ക് മാറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിന്റെ പേര് ഓൾറെഡി നമ്മൾ കാർലറ്റ് എന്നുള്ള പുതിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പുതിയ നമ്മൾ കാർലറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് മക്കരപ്പറമ്പാണ്. മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ മാറിയിട്ട് മക്കരപ്പറമ്പ് അല്ലേ? അതെ, മക്കരപ്പറമ്പ്. 2 കിലോമീറ്റർ ഉള്ളിലോട്ട് കയറാം. വെള്ളാട്ടുപറമ്പ് എന്നുള്ളൊരു വിജനമായ കുന്നം പ്രദേശം. ഐഡന്റിറ്റി വിജനമായ കുന്നം പ്രദേശം, അതാണ് നമ്മൾ പണ്ടേ പറയാറുള്ളത്. ഈ കുന്നം പ്രദേശത്താണ് 100-ലധികം കാറുകൾ മാസാമാസം വിറ്റ് പോകുന്നത്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ആ ഒരു ട്രസ്റ്റ് കൊണ്ട് തന്നെയാണ്. എന്താ അനീസ്ക, ഓണത്തിന്റെ ഭാഗമായിട്ട് എന്താ ഓഫർ? ഓണത്തിനായിട്ട് ഒരുപാട് ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട്. ഓണം ബമ്പർ ഉണ്ട്. ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലിയിൽ നിന്ന് ഒരു ഭാഗ്യശാലി തിരഞ്ഞെടുത്തിട്ട് അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നു ഒരു ടൂ വീലർ. പിന്നെ ഉറപ്പായ സമ്മാനങ്ങൾ, പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓണത്തോടനുബന്ധിച്ച് പ്ലാൻ ചെയ്തിട്ട് ഇതൊക്കെ എല്ലായിടത്തും കൊടുക്കുന്നു. 2 വീലറും 4 വീലറൊക്കെ എല്ലായിടത്തും കൊടുക്കുന്ന ഓഫറാണ്. നമ്മുടെ മെയിൻ ഓഫർ എന്ന് പറഞ്ഞാൽ പ്രൈസിൽ തന്നെയാണ്. മാക്സിമം പ്രൈസ് കുറച്ചിട്ട് വാഹനങ്ങൾ സെയിൽ ചെയ്യാം. അത്രേ ഉള്ളൂ. നമ്പർ കൂട്ടാം. നമ്മൾ 100-150 പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ലെവലിലേക്ക് 200 എന്നുള്ള നമ്പറൊക്കെ ഡ്രീം ചെയ്യുന്നുണ്ട്. എത്തുമെന്നറിയില്ല, പക്ഷേ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം. അതെ, 160 സംതിങ് എത്തിയിട്ടുണ്ട്. 200ലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര നമ്മൾ സെയിൽ കൂട്ടണം. സെയിൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രൈസും കാര്യങ്ങളൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. വരുന്ന കസ്റ്റമർ ഒരിക്കലും നിരാശയോട് മടക്കാത്ത രീതിയിലാണ് നമ്മൾ. അതിലൊരിക്കലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം പല സ്ഥലങ്ങളിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പ്രൈസ് കുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്വാളിറ്റി വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ എല്ലാ വണ്ടി ഇവിടെ കിടക്കുന്ന കംപ്ലീറ്റ് വണ്ടി ഫൈനൽ പോളിഷ് ചെയ്തിട്ട് അവിടെ കയറ്റുന്നത്. നമുക്ക് എന്ത് ചെയ്യാവാണെന്നുണ്ടെങ്കിൽ പോളിഷ് ഒഴിവാക്കി കഴിഞ്ഞാൽ 2500 രൂപ ലാഭിക്കാം. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ആ നിലവിലുള്ള ക്വാളിറ്റിയിൽ നമുക്ക് മാക്സിമം പ്രൈസ് കുറച്ചിട്ട് നമ്പർ ഓഫ് സെയിൽ കൂട്ടുക എന്നുള്ള ഉദ്ദേശമാണ് ഈ മാസത്തിലും അടുത്ത മാസത്തിലും ഉള്ളത്. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് സെറ്റാക്കണം. അപ്പോൾ അതിനകത്തുള്ള കുറച്ച് സ്പെഷ്യൽ വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഹോണ്ട സിറ്റിയാണ്. KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. അതെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ സിറ്റി V എന്നുള്ള വേരിയന്റ് ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ 47,000 കിലോമീറ്റർ KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനം. പെട്രോൾ ആണ്. 2018 47,000 സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. സൺറൂഫും കാര്യമൊന്നും ഉണ്ടാവില്ല. അല്ല, ടോപ്പിന്റെ താഴെ ZX-ന്റെ താഴെ VX, അതിന്റെ താഴെ V. ഓക്കെ, സൺറൂഫ് കാര്യമൊന്നും വരില്ല. ബാക്കി അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷനുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പുഷ്പട്ടം സ്റ്റാർട്ട് വരുന്നില്ലേ? പുഷ്പട്ടം ഉണ്ടാവും തോന്നുന്നു. പുഷ്പട്ടം വരുന്നുണ്ട്. കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ വരുന്നു. ഫീച്ചേഴ്സ് എല്ലാം വരും. പെട്രോൾ സിറ്റിയാണ്. അത്യാവശ്യം മൈലേജും കിട്ടും. ഒരു 12 to 15 റേഞ്ചിലൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. മെയിൻലി ഇതിന്റെ യാത്രാ സുഖം തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. യാത്രാ കംഫർട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഐവിടെക് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ മെയിൻ്റെനൻസ് വരുന്ന ഇത് ഡ്യൂറേഷൻ കുറവായിരിക്കും. ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. ലൈഫ് കിട്ടുന്ന എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എത്ര ഇപ്പോൾ ഇത് നെറ്റ് നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കാം. 7,50,000 2018 V ഓപ്ഷൻ 48,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഹോണ്ട സിറ്റി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 6 ലോൺ വരും. ഒരു 6-75 7 വരെയൊക്കെ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. EMI ഏകദേശം എത്ര ഉണ്ടാവും? 5 വർഷത്തേക്ക് ഏകദേശം ഒരു 15 സംതിങ് 15 കിട്ടിയാൽ 5 വർഷത്തേക്ക് 7 വരെ കിട്ടിയാൽ 15-16 റേഞ്ചിലാണ് EMI വരും. 15,000-16,000 ഏകദേശം കണക്കാണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ടാറ്റ നെക്സോൺ, ഒരു ബ്ലൂ കളർ വാഹനം. KL32 ചേർത്തല രജിസ്ട്രേഷൻ. നല്ല അടിപൊളി കളർ, കാണാൻ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന 21 മോഡൽ എക്സിറ്റ് സിംഗിൾ ഓണർഷിപ്പിൽ 31,000 കിലോമീറ്റർ.
ഓക്കെ. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ 3 വർഷം കൊണ്ട് നോർമൽ ഓട്ടോ മാത്രം സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 26 വരെ ഉണ്ടാവും. ഒന്ന് ചെക്ക് ചെയ്യണം. നോക്കിയിട്ടില്ല. ഓക്കെ, അത് നിങ്ങളെ വിളിച്ചാൽ അറിയാൻ പറ്റും എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള. ടോപ്പ് എൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ചെറിയ എന്തോ മാറ്റമേ ഉള്ളൂ, സ്ക്രീനിൽ വരുന്ന മാറ്റം എന്തോ കാര്യം. അല്ല, അലോയ്സ് വ്യത്യാസം ഉണ്ടല്ലോ, അലോയ്സ് വരില്ല. ഓക്കെ, വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. മേജർ വർക്കുകൾ കാര്യമൊന്നും വന്നിട്ടില്ല. നല്ല അടിപൊളി സീറ്റ് വർക്ക് അതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എക്സാക്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. എല്ലാം വരുന്ന വാഹനമാണ്. 5 സ്റ്റാർ പിന്നെ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള നല്ല അടിപൊളി കോമ്പാക്ട് SUV. അതെ, കോമ്പാക്ട് SUV. എത്ര കൊടുക്കാം ഇത് നമുക്ക് 7,60,000 കൊടുക്കാം. 7,60,000. 21 മോഡൽ എക്സെഡ് നെക്സോൺ ആണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. വെറും 31,000 കിലോമീറ്റർ നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. മാക്സിമം ലോൺ 7 lakh വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. EMI 15-16 റേഞ്ചിൽ 5 വർഷത്തേക്ക് EMI. ഓക്കെ. അടുത്തൊരു 7 സീറ്റർ വാഹനമാണ്. ഹോണ്ടയുടെ മൊബൈലിയോ ആണ്. KL 29 രജിസ്ട്രേഷൻ വാഹനം. എവിടെയാ? 29 എവിടെയാ? കായംകുളം. ഓക്കെ. 2015 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ എസ് എന്നുള്ള വേരിയന്റ്. മിഡിൽ ഓപ്ഷൻ വേരിയന്റ്. 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ ആണ് അല്ലേ? ഓക്കെ. 15 എത്ര ഓട്ടം പറഞ്ഞേ? 1 lakh കിലോമീറ്റർ. 1 lakh. ഓക്കെ. പെട്രോൾ വണ്ടിയാണ്. വേറെ പണികളൊന്നും വരാൻ ചാൻസ് ഇല്ല. വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ 7 സീറ്റ് വാഹനമാണ്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 13 to 15 പ്രതീക്ഷ മതി. പിന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത യാത്രാ കംഫർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. നീറ്റ്, വേറെ മേജർ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ലാത്ത അത്യാവശ്യം ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനം. സാധാ നോർമൽ സർവീസ് ചെയ്ത് ഓടിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഡീസൽ പോലെ മേജർ സർവീസോ ഇത് മാറാനോ ടൈം ചെയ്ത് മാറാനോ അങ്ങനത്തെ ഒന്നും വരാനില്ല. നോർമൽ സർവീസ് കറക്റ്റ് ഓയിൽ സർവീസ് ചെയ്തിട്ട് പോയാൽ മാത്രം മതി. എത്ര കൊടുക്കുക ഇത് നമുക്ക് നെറ്റ് 4,60,000 കൊടുക്കാം. 4,60,000 2015 മോഡൽ മൊബൈലിയോ 7 സീറ്റ് വാഹനം. എസ് ഓപ്ഷൻ ആണ്. AC പവർ, ഫോർഡർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, വേറെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് ലോണും കാര്യം. ലോൺ നമുക്ക് 4 ലക്ഷം വരെ ലോൺ കൊടുക്കാം. 5 വർഷം. 2015 ആയതുകൊണ്ട് ചില ബാങ്കുകൾ 4 വർഷമാണ്, ചില ബാങ്കുകൾ 5 വർഷം കൊടുക്കുന്നുണ്ട്. 5 വർഷമാണെങ്കിൽ 9 രൂപ വെച്ചിട്ട് വരും. അത് 4 വർഷമാണെന്നുണ്ടെങ്കിൽ ഒരു 10 സംതിങ് വെച്ചിട്ട് വരും. സ്വിഫ്റ്റ് ഡിസയർ ന്യൂ ഷേപ്പാണ്. KL 60 രജിസ്ട്രേഷൻ വാഹനം അല്ല? ഡീസൽ. മൈലേജ് 22 കിലോമീറ്റർ 23 കിലോമീറ്റർ മൈലേജ്. ഹൈലൈറ്റ് 17 മോഡലാണ്. പിന്നെ വീലിലേക്ക് നോക്കും. വീല് ഒരു പിന്നെ എക്സ്ട്രാ ആക്സറീസ് ആയിട്ട് അഡീഷണൽ ഫിറ്റ് ചെയ്തിട്ടുള്ള വൈഡൻ ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനത്തെ ഒരു വീലാണ് ചെയ്തേക്കുന്നത്. പുത്തൻ ടയേഴ്സ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ 1 something കിലോമീറ്റർ ആയിട്ടുണ്ട്. 1.18 കിലോമീറ്റർ മൈലേജ് തന്നെയാണ് കിലോമീറ്റർ ഓടാനുള്ള കാരണം. അതെ, ഓട്ടോ ഉള്ളവരെ ഈ ടൈപ്പ് വണ്ടികൾ എടുക്കുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിൽ. വേറെ പിന്നെ ബോണറ്റ് റീപ്ലേസ് ഉണ്ടെന്നല്ല, വേറെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഹിസ്റ്ററി റെക്കോർഡിലാണ്. കമ്പനി 2017 മോഡൽ. ലൈറ്റ് കാര്യങ്ങളൊന്നും മാറിയില്ല. ബോണറ്റ് മാത്രം മാറിയിട്ടുണ്ട്. ഗ്ലാസ് മാറിയിട്ടില്ല. RFID ടാഗ്, എല്ലാ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഒറിജിനലിന്റെ കാര്യങ്ങളെല്ലാം സ്റ്റിക്കേഴ്സ് ഒക്കെ. VDI മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനം. ഓക്കെ. എത്രയാ ഇത്? നമുക്ക് 5,40,000 കൊടുക്കാം. 5,40,000 2017 VDI സ്വിഫ്റ്റ് ഡിസയർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 1 lakh കിലോമീറ്ററിനടുത്ത് ഏകദേശം ഓടിയിട്ടുണ്ട്. മൈലേജ് വേണ്ട ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ എടുക്കാം. വലിയ പണികൾ വരാൻ ചാൻസ് വലിയ പണികൾ വളരെ കുറവാണ്. അങ്ങനെ വരില്ല. പക്ഷേ ബോഡി വെയിറ്റ് കുറവായിരിക്കും പഴയതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. മെയിൻ്റെനൻസ് കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. ആകെ വരുന്ന പിന്നെ ഇതിനൊക്കെ വരുന്ന മെയിൻ്റെനൻസ് സ്റ്റാരിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. സ്റ്റാരിങ് മോട്ടറിൻ്റെ കോമൺ ആയിട്ട് വരുന്ന 2016 മുതൽ 2019 വരെയുള്ള കാലഘട്ടങ്ങളിലുള്ള സ്വിഫ്റ്റ് ഡിസയർ, ബലെനോ, സിയാസ് തുടങ്ങിയിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്ക് സ്റ്റാരിങ്ങിൻ്റെ മോട്ടർ വരുന്നുണ്ട്. അപ്പോൾ ഉപയോഗിക്കുന്ന പല ആൾക്കാർക്കുണ്ടാവും. ചിലപ്പോൾ സ്റ്റാരിങ് ഒരു സ്ഥലത്തേക്ക് പിടിച്ച് കഴിഞ്ഞാൽ അവിടെ ചെറുതായിട്ട് സ്റ്റക്കാവും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ചെറിയൊരു ബലം ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ മോട്ടർ നയിച്ചിട്ട് ബ്രഷ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2,000-2,500 രൂപ കോസ്റ്റ് വരും പുറത്തുനിന്ന് ചെയ്യാൻ. ഷോറൂമിൽ കൊണ്ടു കഴിഞ്ഞാൽ അവർ മൊത്തം റീപ്ലേസ് ചെയ്യാൻ പറയും. ചില ഷോറൂമിൽ എന്ത് ചെയ്യുന്നുണ്ട്, അയച്ചിട്ട് അത് പുറത്തുനിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ബ്രഷ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മാറാൻ പറ്റും. ആ പ്രശ്നം സോൾവ് ആവും. 2,500 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അങ്ങനെ പല കസ്റ്റമേഴ്സിനും കംപ്ലൈൻറ്റ് വരാറുണ്ട്. നമ്മൾ കൊടുത്ത വണ്ടികൾക്കൊക്കെ കംപ്ലൈൻറ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഇതപ്പെട്ട ഈ എല്ലാ ബ്രസ് തുടങ്ങിയിട്ടുള്ള ആ ഒരു സെഗ്മെന്റിൽ ഇറങ്ങിയ 2016 to 2019 ഇറങ്ങിയ കമ്പനി റീകോൾ ചെയ്തിട്ടുണ്ട്. പല വണ്ടികളും കമ്പനി റീകോൾ ചെയ്തിട്ടുണ്ട്. പ്രശ്നം സോൾവ് ചെയ്യാൻ കമ്പനിയുടെ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കാൻ തോന്നിട്ട്. അപ്പോൾ റീകോൾ ചെയ്യാത്ത വണ്ടികൾക്കും ചില വണ്ടികൾക്ക് പ്രശ്നം കാണുന്നുണ്ട്. ഒരു 2,500 രൂപ മാക്സിമം അതിന് മുകളിൽ കോസ്റ്റ് വരില്ല. ഈ വണ്ടിക്ക് ആ പ്രശ്നമല്ല. അതിന് മുമ്പ് ഒരു ഡിസൈറിനായി നമ്മുടെ അതിൻ്റെ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് വണ്ടി കൊടുത്തത്. അപ്പോൾ ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. 5,40,000 രൂപക്ക്
വാഹനം സ്വന്തമാക്കാം. ഓക്കെ, അപ്പോൾ ലോണും EMI കൂടെ. അതിൽ വേറെ പറയാൻ കാരണം വെച്ചാൽ ഈ പ്രശ്നമുള്ള പല ആൾക്കാർ ചിലപ്പോൾ ഷോറൂമിലൊക്കെ പോയ സമയത്ത് ഇത് പിന്നെ ഫുൾ ഹോളം മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നല്ലൊരു എമൗണ്ട് കയറി ഒരു 35,000 രൂപ 40,000 രൂപ ഒക്കെ കോസ്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് പേടിച്ചിട്ട് പൈസ മുടക്കാനില്ലാത്താലും പല ആൾക്കാരും ഇത് ഇപ്പോഴും ആ ഒരു ബലം വെച്ചിട്ട് ഓടിച്ചു നടക്കുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് 2,500 രൂപക്ക് നിങ്ങൾക്കുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 16 മുതൽ 19 വരെ ഇറങ്ങിയ ഡിസയർ, ബലേനോ, ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങൾക്കും ഈ സ്റ്റിയറിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്, ഒരു സ്റ്റക്ക് ആവുന്ന പ്രശ്നം. അത് വെറും 2,500 രൂപയ്ക്ക് ക്ലിയർ ചെയ്യാം. അതാണ് പറഞ്ഞത്, വേറെ ഒന്നുമില്ല. പുറത്തുനിന്ന് കൊണ്ടുപോയി ചെയ്താൽ മതി. ഓക്കെ, 5,40,000 ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. 5 ലക്ഷം വരെ ലോൺ ചെയ്യാം. ഒരു 11,500 to 12 രൂപ റേഞ്ചിൽ EMI വരും. ഓക്കെ, സ്വിഫ്റ്റ് ആണ് അടുത്തത്. KL 32, ചേർത്തല, ആലപ്പുഴ ജില്ല. എങ്ങനെയാ ഡീറ്റെയിൽ? ഈ ഒരു കളർ നോക്ക്, സ്വിഫ്റ്റ് കണ്ടിട്ടുണ്ട് ഈ കളറിൽ? ഇല്ല, കുറവാണ്. ഇല്ല, കുറവല്ല, കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാനത് മൊത്തം പിന്നെ ഈ ഒരു കളറിലേക്ക് മാറ്റിയ വണ്ടിയാണ്. ഓക്കെ, ഡുവൽ ടോണിലേക്കൊക്കെ എത്തിയിട്ട് 2014 മോഡൽ. സിംഗിൾ മറ്റേ റെഡ് ഇറങ്ങല് അപ്പുറത്തൊക്കെ റെഡിലാണ് സ്വിഫ്റ്റ്. ഇത് ഒരു വെറൈറ്റി കളറാണ്. ഡുവൽ ടോണിലേക്കൊക്കെ മാറ്റി കുറച്ച് എക്സ്ട്രാ ആക്സറീസ് ഒക്കെ ചെയ്ത് മെയിൻലി CNG ആഡ് ചെയ്തിട്ടുള്ള സ്വിഫ്റ്റ്. CNG നല്ല കിറ്റ് ചെയ്തിട്ടുണ്ടാവും. നല്ല കിറ്റ് ചെയ്തിട്ടുള്ള CNG 14 മോഡലുണ്ട്. ഇത് RC-ലൊക്കെ മാറിയല്ലേ? RC മാറ്റിയതാണ്. CNG ഫിറ്റ് ചെയ്തുകൊണ്ട് എത്ര മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം? CNG 20-30 എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഒരു 20-ന് മുകളിൽ എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, 25-ന് മുകളിൽ പ്രതീക്ഷിക്കാം. 25 റേഞ്ചിൽ പലരും പല അഭിപ്രായം. ചിലക്ക് 25-ന് മുകളിൽ കിട്ടുന്നുണ്ട്, ചിലക്ക് 25, ചില 22 കിട്ടുന്നു. പിന്നെ നമ്മൾ ഡ്രൈവ് പോലെ ഇരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളെല്ലാം ഡ്രൈവിന് ഡിപ്പെൻഡേറ്റ് ആണ്. അതെ അതെ. ഓക്കെ, പിന്നെ ഏതാ മോഡൽ, എങ്ങനെയാണ് കാര്യങ്ങൾ? 14 മോഡലാണ്, VXA ആണ്. ഓക്കെ, മിഡിൽ ഓപ്ഷൻ. പിന്നെ ഇവരുടെ ആക്സറീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെന്താ, അപ്പോൾ ഒരു വെറൈറ്റി കളർ സ്വിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വെറൈറ്റി കളറിൽ ആരും കാണാത്തൊരു കളർ, വെറൈറ്റി കളറിലുള്ള സ്വിഫ്റ്റ്. ഈ വാഹനം ചിലപ്പോൾ പല ആൾക്കാരും നോക്കി വെച്ചിട്ടുണ്ടാവും. നമ്മളൊരു റീൽ ചെയ്തിട്ട് ശേഷം 200-ന്റെ മുകളിലേക്ക് 200 വ്യൂസ് വന്നിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. വണ്ടി ഇറങ്ങി അന്ന് തന്നെ ഒരു ടീം ബുക്കിംഗ് ചെയ്ത് അത് ഒരു പിന്നെ സിബിലിന്റെ പ്രശ്നം കാരണം റിജക്ഷൻ വന്നു. ഒരു 3-4 ദിവസം എടുത്തു. അപ്പോഴേക്കും ഇത് ചൂടാറി. ബാക്കിയുള്ള ഇവരൊക്കെ പോയില്ല. അതെ അതെ. ഇനിയിപ്പോൾ ഇന്ന് വീഡിയോ കാണുന്ന ആരെങ്കിലും അന്നത്തെ റീൽ കണ്ടവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. സെയിൽ ചെയ്ത് പറഞ്ഞ സാധനം അവൈലബിൾ ആണ്. 14 മോഡലാണ്. ഒരു വെറൈറ്റി കളർ. അത്യാവശ്യം റണ്ണിംഗ് ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം. 20-25 കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാം. CNG സ്വിഫ്റ്റ് ആരെങ്കിലും ഉപയോഗിക്കുന്നവരുടെ കമന്റ് ചെയ്യും എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്നുള്ളത്. അത് ചെയ്യാം, ഒരു ഐഡിയ കിട്ടും നമുക്ക്. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് നെറ്റ് 4 രൂപ കൊടുക്കാം. 4 ലക്ഷം കൊടുക്കാം. ഒരു 3.5 ലക്ഷം വരെ ഫിനാൻസും കൊടുക്കാം. 4 വർഷത്തെ മാസക്കാലയളവോടുകൂടി. ഏകദേശം 8 രൂപ റേഞ്ചിൽ EMI വരും. പറഞ്ഞോ, എന്താണ് പറയാനുള്ള? പറഞ്ഞോ. ഒന്നുമില്ല, CNG ചെയ്ത വണ്ടിയാണ്. അപ്പോൾ 2014 VXIയിൽ 4 ലക്ഷം ചോദ്യം. CNG-യുടെ പിന്നെ ചില ആൾക്കാർ അഭിപ്രായം സംശയം ചോദിക്കാറുണ്ട്. സംശയം പറയാറുണ്ട്. കാലിബ്രേഷൻ ചെയ്യാൻ CNG-ക്ക് 3 വർഷത്തിൽ കാലിബ്രേഷൻ ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അത് ഏത് സർട്ടിഫൈഡ് ഷോറൂമിൽ പോയി കഴിഞ്ഞാലും കാലിബ്രേഷൻ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റാത്ത പ്രശ്നമല്ല. അപ്പോൾ അതൊരു സംശയമാണ് എല്ലാവർക്കും. 3 വർഷത്തിന് ശേഷം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ചെയ്യാനും പറ്റും. എല്ലാ സർട്ടിഫൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. 8,000 രൂപ മാസം അടവ് കണ്ടാൽ ഇറക്കാൻ പറ്റും. ഒരു വെറൈറ്റി. ഒറ്റ കാര്യം, ഡിക്കി സ്പേസ് ഉള്ളവർ വണ്ടി എടുക്കരുത്. ഡിക്കി സ്പേസ് ആവശ്യമുള്ളവർ. ഡിക്കി സ്പേസ് സിലിണ്ടറാണ്, CNG-യുടെ സിലിണ്ടർ ഉണ്ടാവുക. ആ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടി കണ്ടിട്ട് വണ്ടി എടുക്കുക. ഇനി ഒരു ഡസ്റ്റർ എടുക്കുന്നത് CNG ഉള്ള, അതാകുമ്പോൾ വെച്ചാൽ നമുക്ക് ഡിക്കി നല്ല സ്പേസ് ഉണ്ടാവും. CNG ഉണ്ടെങ്കിലും നല്ല സ്പേസ് ഉണ്ട്. ഡസ്റ്ററിന് ഓൾറെഡി സ്പേസ് ഉള്ള ഡിക്കിയാണ്. അതുകൊണ്ട് ടീം ഇതേപോലെ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്തത്. നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡസ്റ്റർ ഇതേപോലെ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. കേസ് ക്യാൻസൽ ആവുകയാണെങ്കിൽ നമുക്ക് അതും കൊടുക്കാം. ഡിക്കി സ്പേസിൽ ഒരു ഡസ്റ്റർ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾ വിളിച്ചോളൂ. എന്തായാലും ഡസ്റ്റർ ഉണ്ട് CNG ചെയ്ത് താല്പര്യം കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. സെലറിയാണ് അടുത്തത്. KL 17 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എറണാകുളം ജില്ല മൂവാറ്റുപുഴയാണ് രജിസ്ട്രേഷൻ വരിക. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 മോഡലാണ്. ZX ആണ് ഏറ്റവും ടോപ്പിന്റെ വാഹനം. ഏറ്റവും ടോപ്പിന്റെ ഓണർഷിപ്പാണ്. പെട്രോൾ മാത്രമല്ല അന്ന് ഇറങ്ങിയിട്ടുള്ളൂ. പറഞ്ഞ KL 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ വാഹനമാണ്. 1000 cc വരുന്ന വാഹനം. പെട്രോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു മെയിൻ്റനൻസും വരാത്തൊരു വാഹനമാണ്. സെലേരിയോ വാഗണർ എന്നുള്ള ഈ സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങളൊക്കെ വെറും പെട്രോൾ അടിക്കുക, ഓയിൽ മാറ്റുക, ഓടുന്നല്ലാതെ ഒരു പണി വരാൻ സാധ്യത 99.9% ഇല്ലാത്തൊരു വാഹനമാണ്. അപ്പോൾ മെയിൻ്റനൻസിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു വാഹനമാണ്. അപ്പോൾ അതിൻ്റെതായ കംഫർട്ട് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും നമ്മൾ പോക്കറ്റിൽ നിന്ന് കീശ കലയാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ വരില്ല എന്നുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ്. 1 lakh കിലോമീറ്റർ നിലവിൽ വാഹനം ഓടിയിട്ടുള്ളത്. പ്രോപ്പർ കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. 0 ഡൗൺ പേയ്മെന്റ് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 3,50,000 രൂപ ഫൈനൽ. 3.5 ലക്ഷം നമുക്ക് അതിനകത്ത് ലോൺ അവൈലബിൾ ആണ്. 2016 ZXi ആണ്. VXI ഒന്നല്ല, ZXi ആണ്. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. അപ്പോൾ 3.5 ലക്ഷം ഫുൾ ലോൺ അവൈലബിൾ ആണ്. 5 വർഷത്തേക്ക് ലഭിക്കും. 8 രൂപ വെച്ചിട്ടാണ് ഇതിന്റെ EMI വരുന്നത്.
പെട്ടെന്ന് മഴ പെയ്തു, സൗണ്ട് മാറി, ക്ലാരിറ്റി കുറവുണ്ടാവും, ക്ഷമിക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തെന്താ ഒരു കിടിലൻ കളർ, ബ്ലൂ കളർ സ്വിഫ്റ്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ട സ്വിഫ്റ്റ് എന്ന് മാറി ഒരു ബ്ലൂ കളറിലേക്ക് വന്നു. KL 32 രജിസ്ട്രേഷൻ ആണ്, ചേർത്തല. നമ്മൾ ഇന്ന് കുറെ ചേർത്തല വണ്ടിയാണ്. ചേർത്തലനെ പറ്റി പറയുമ്പോൾ ഫ്ലഡിനെ പറ്റി പലർക്കും പറയാനുണ്ടോ? അതിനെപ്പറ്റി എന്താ പറയുക? കുറവാണ്. ചേർത്തലയിൽ ഫ്ലഡ് ഇല്ല. ഇപ്പൊ മലപ്പുറം കഴിഞ്ഞ ദിവസം വണ്ടി മലപ്പുറം KL 10 വണ്ടി ഇവിടെ വന്നിരുന്നു ഫ്ലഡിൽ. KL 32 അങ്ങനെ ഫ്ലഡ് ഓവറായിട്ട് വന്ന ഏരിയ അല്ല. ഒരു 10% എല്ലായിടത്തും വരുന്ന പോലെയുള്ള അത്രേ ഉള്ളൂ. പക്ഷെ 42 ആണെങ്കിൽ പറവൂര് ഫ്ലഡിന്റെ ഏരിയ ആണ്, 41 ഫ്ലഡിന്റെ ഏരിയ ആണ്, ചെങ്ങന്നൂര് ഫ്ലഡിന്റെ ഏരിയ, അങ്ങനെയുള്ള ഏരിയകളൊക്കെയാണ് കൂടുതൽ ഫ്ലഡ് വരുന്നത്. എന്തായാലും ഫ്ലഡ് വണ്ടി നമ്മൾ നോക്കി കണ്ടേ എടുക്കുള്ളൂ, നോക്കി കണ്ടിട്ട് മാത്രം ഫ്ലഡ് വണ്ടി എടുക്കുക. കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായത് കൂടി പെട്ടെന്ന് ഒരു പിന്നെ അടുത്തുകൂടി ഈ ഭാഗത്തുള്ള ഒരാളൊരു വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. 42 രജിസ്ട്രേഷൻ, അപ്പോൾ എക്സ്ചേഞ്ചിന് വന്നതാണ്. അപ്പൊ ഈ 42, 41 വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയിട്ട് അണ്ടർവെയർ ബുക്ക് നോക്കും വണ്ടിയിൽ. അപ്പൊ 2019 വണ്ടിയാണ്, 19 ഇറങ്ങിയ വണ്ടിയാണ്, 18 ബലേനായിരുന്നു വാഹനം. അപ്പൊ അത് നോക്കിയപ്പോൾ തന്നെ ഫ്ലഡാണ്. ഇയാൾ സെക്കൻഡ് എടുത്ത വണ്ടിയാണ്, ഇയാൾക്ക് ഇതിനെ പറ്റി അറിയില്ല. ഇയാൾ ഫ്ലഡ് വണ്ടി ഇയാളുടെ കുടുംബത്തിൽ നിന്ന് ആരോ തന്നതായിരുന്നു, അറിയില്ല. അപ്പൊ ഞങ്ങനെ പറഞ്ഞത് ഫ്ലഡ് എന്ന് പറഞ്ഞപ്പോൾ ആളാകെ ഷോക്കായി. കാരണം ഇത്രയും 2 വർഷമായിട്ട് ആൾ ഉപയോഗിച്ചു, 2-3 വർഷം ഉപയോഗിച്ചു. പക്ഷെ ഇപ്പോൾ തിരിച്ചറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സംഭവം പറഞ്ഞപ്പോൾ ആകെ ഷോക്കായി. നമ്മളതിന് വില പറഞ്ഞപ്പോൾ ഫ്ലഡ് വണ്ടി ആയതുകൊണ്ട് നമുക്കത് മാർക്കറ്റിൽ ഇരുന്ന് കുറച്ച് റേറ്റ് പുറത്തുള്ള ടീമിനാണെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയ്ക്ക് ഇതിന് വില ഉള്ളതെന്ന് പറഞ്ഞാൽ പുള്ളി ആകെ ഷോക്കായി പോയി. പിന്നെ പുള്ളിയുടെ ഫാമിലി പോയിട്ട് ആകെ ഒരു ഫാമിലിയുടെ ഒരു കെയർ ഓഫിലേക്ക് എടുത്ത വണ്ടിയാണ്. പിന്നെ ഫാമിലി തമ്മിൽ ക്ലാഷായി, അടിയായി, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ഫ്ലഡ് വാഹനങ്ങൾ നോക്കിയും കണ്ടും വാഹനങ്ങൾ എടുക്കായത്, പിന്നെ ഫ്ലഡ് വാഹനങ്ങൾ അറിയാതെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലൊക്കെ അറിയുന്നവരെ കൊണ്ട് ഈ എസ്പെഷ്യലി 41, 42 രജിസ്ട്രേഷൻ കാണുന്ന വാഹനങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കുക. പിന്നെ ഫ്ലഡ് വാഹനങ്ങൾ ചെക്ക് ചെയ്യാൻ അറിയുന്ന ഒരാളടുത്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. നോർമൽ ഒരു വർക്ക്ഷോപ്പ് കൊണ്ടുപോയി കണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളൊരു ഡെൻഡർ എടുത്തോ അല്ലെങ്കിൽ പെയിന്റർ എടുത്ത് കൊണ്ടുപോയിട്ട് വണ്ടി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഫ്ലഡിനെ പറ്റി അറിയില്ല, അതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതിനറിയുന്ന ആൾക്കാരെടുത്ത് മാത്രം കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. നിങ്ങൾ ഷോറൂം കൊണ്ട് ചെക്ക് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഷോറൂമിൽ എന്ത് ചെയ്യും, ഹിസ്റ്ററി നോക്കും, ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ ഫ്ലഡാണെന്ന് പറയും, ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്കും ചിലപ്പോൾ അത് കണ്ടെത്താൻ പറ്റിക്കണമെന്നില്ല. എക്സ്പേർട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റും, അല്ലാത്ത നോർമൽ ആൾക്ക് ഫ്ലഡിന്റെ വാഹനം കണ്ടെത്താൻ കഴിയില്ല. ഇൻഷുറൻസിൽ ഇൻഷൂറൻസിൽ ചിലപ്പോൾ കിട്ടും, ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കിട്ടും. അങ്ങനെ അത് മെയിൻലി ഇതിനെപ്പറ്റി ബേസിക് ആയിട്ട് കാര്യങ്ങൾ അറിയുന്ന ഫിസിക്കലി നമുക്ക് നോക്കാം, അതുപോലെ ഇൻഷുറൻസിൽ നോക്കാം. കമ്പനി ഹിസ്റ്ററി പോയാലും തപ്പിയാൽ പോലും ചിലപ്പോൾ ഫ്ലഡ് കിട്ടണമെന്നില്ല, കാരണം പുറത്തുനിന്നായിരിക്കും വർക്ക് എടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അതും കൂടി ശ്രദ്ധിക്കാൻ വണ്ടി എടുക്കുമ്പോൾ. ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇത് 2014 മോഡൽ, സിംഗിൾ ഓണർഷിപ്പാണ്, ഡീസലാണ്, വീഡിയോ എന്നുള്ള മിഡിൽ വേരിയന്റ് ആണ് വരുന്നത്. ഓക്കെ, ഒരു 18 റേഞ്ചിൽ മൈലേജ് എടുക്കുന്ന 1.2 DDS എഞ്ചിനാണ് വാഹനത്തിനകത്ത് വരുന്നത്. നേരത്തെ കണ്ടത് 16 തന്നെ പെട്രോൾ ആയിരുന്നു, ഇത് 14 ഡീസൽ. അതിനേക്കാൾ നേരെ ഓപ്പോസിറ്റ് വേറൊരു കളർ. രണ്ടും. പക്ഷേ ഇത് സ്വിഫ്റ്റിൽ ഇറങ്ങിയ കളറാണ്, ഒറിജിനൽ കളർ. ഒറിജിനൽ കളർ. ഓക്കെ, ഇത് നമുക്ക് നെറ്റ് പ്രൈസ് 4 രൂപ കൊടുക്കാം. 4 ലക്ഷം സെയിം അതിന്റെ പ്രൈസ് ആണ്. അത് പിന്നെ CNG ചെയ്തിരുന്നു, അതുകൊണ്ടാണ്. ഇത് ഡീസലാണ്, 4 ലക്ഷം, 2014 വാഹനം. വേറെ ഒരു 3.5 വരെ ലോൺ കൊടുക്കാം 4 വർഷത്തേക്ക്. 50,000 കണ്ട് ഇറക്കാം അല്ലേ? ഒരു 50,000 രൂപക്ക് ഇറക്കാൻ പറ്റുമോ? ഓക്കെ, EMI ഒരു 8 രൂപ റേഞ്ചിൽ EMI വരും. സെയിം അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8,000 EMI അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഷേപ്പ് സ്വിഫ്റ്റ് നോക്കി നടക്കുന്നുണ്ട്. ഇതൊരു അടിപൊളി കളറുമാണ്, അതുകൊണ്ടാണ് ഒരു യൂണീക് കളർ, അങ്ങനെ വരാത്തൊരു കളറാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മെയിൻ്റെനൻസ് ഇതും കുറവായിരിക്കും. ഡീസൽ ആണെങ്കിൽ പോലും മെയിൻ്റെനൻസ് താരതമ്യേന കുറവായിരിക്കും. 10,000 സർവീസ് ചെയ്ത് മാത്രം പോയാൽ മതി. സർവീസ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിലാണ് പണി വരാനുള്ള ചാൻസ് കൂടുതൽ. നോർമൽ മെയിൻ്റെനൻസിൽ വാഹനം കൊണ്ടുവരും. മേജർ കഴിഞ്ഞോ? ഇത് 1 lakh കഴിഞ്ഞതാ, ടൈം എഞ്ചിൻ ഓൾറെഡി മാറിയിട്ടുണ്ട്. അടുത്ത വണ്ടിയിലേക്ക് ജാസ് വന്നു. ഇതും KL 32 ആണ് അല്ലേ? ചേർത്തല ആകെ ചെറിയൊരു സിറ്റിയാണ്, ആ സിറ്റിയിലുള്ള വണ്ടികൾ മുഴുവൻ ഇവിടെ ഉണ്ട്. എന്താ ഇത്? അപ്പൊ ജാസാണ്, അലോയ്സ് അഡീഷണൽ ചെയ്ത് നല്ല അടിപൊളി അലോയ്സ്. നമ്മള് വാഹനം പുറകോട്ട് നീക്കാൻ നോക്കി, അനങ്ങുന്നില്ല. ഞാൻ പിടിച്ചത് എന്താണത്? ഡീസലാണ്. വെയിറ്റ് ഉണ്ട്, കരുതിയ പോലെയല്ല. മാറ്റാൻ നോക്കിയതോ, പക്ഷെ അനങ്ങുന്നില്ല. 15 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പാണ്, ID ടെക് എഞ്ചിന്, 1.18 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് SUV വരുന്നുണ്ട്. ഏതാണ്? SV ആണ്. എസിന്റെ മോളിൽ വരുന്ന ഓപ്ഷനാണ്. പക്ഷെ നല്ല അടിപൊളി അലോയ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുണ്ട്. കൺട്രോൾസ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം വരും. കാര്യങ്ങളെല്ലാം വരും. നെഗറ്റീവ്സ് ആയിട്ടൊന്നും പറയാനില്ല. നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനം. മൈലേജ് ഉണ്ടാവും. മൈലേജ് പറയേണ്ടത് തന്നെയാണ്.
ആ ഈ 20 മുകളിൽ തന്നെ കാണാം. 20-22 കിലോമീറ്റർ എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം. മൈലേജ് കാണാം. മെയിൻ്റനൻസും താരതമ്യേന കുറവായിരിക്കും. നല്ല വെയിറ്റ് ഉള്ള, ഡ്രൈവിംഗ് കംഫർട്ടും സുഖമുള്ള ഒരു വാഹനം. ഓടിക്കാൻ നല്ല കംഫർട്ട്, നല്ല വിശാലമായിട്ടുള്ള ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം, വലിയ മെയിൻ്റനൻസ് വരും. ലോങ് ഡ്രൈവിനൊക്കെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഒരു പിന്നെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ഷീണോ കുഴപ്പമൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുവരാം. മെയിൻലി ഡീസൽ ആയതുകൊണ്ട് തന്നെ പോക്കറ്റ് കല്യാവാതെ നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ ആസ്വദിച്ച് പോകാം. മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് എത്ര കൊടുക്കാം? എയർ ബാഗ് അടക്കം വരുന്നുണ്ട്, 2 എയർ ബാഗ് എല്ലാം വരും. ഓക്കെ, എത്ര കൊടുക്കാം? 5 ലക്ഷം രൂപ കൊടുക്കാം. 5,50,000 രൂപയ്ക്ക് 2015 SV ഓപ്ഷൻ ഡീസൽ ജാസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഡീസലാണ്. പെട്രോൾ ആകുമ്പോൾ ഇതിനേക്കാൾ ഏകദേശം ഒരു 80,000 രൂപയൊക്കെ കുറവുണ്ടാവും. പെട്രോൾ വെച്ച് നോക്കുമ്പോൾ ഡീസലാണ്. 5,50,000 സ്വന്തമാക്കാം. ലോണും EMI കൂടെ ഒരു 5 ലക്ഷം വരെ ലോൺ കൊടുക്കാം. 5 വർഷത്തേക്ക് 11 സംതിങ് വെച്ചിട്ട് EMI വരും 5 വർഷത്തേക്ക്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത ഹോണ്ട സിറ്റിയാണ്. KL5 കോട്ടയം വണ്ടി. അങ്ങനെ ഒരു കോട്ടയത്തേക്ക് എത്തി നമ്മൾ ചേർത്തലിനെ വിട്ടിരിക്കുകയാണ്. എങ്ങനെ ഡീറ്റെയിൽ? അതിന് മുമ്പ് ഒറ്റ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാണ്ട്, നമ്മുടെ RCO റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. അതായത് ഇപ്പോൾ ഈയിടെ ആയിട്ട് RC പലർക്കും കിട്ടാത്ത പ്രശ്നം വരുന്നുണ്ട്. കുറച്ച് മുമ്പുണ്ടായിരുന്നു, കിട്ടി തുടങ്ങി, വീണ്ടും കിട്ടാത്ത പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പല ആൾക്കാരും പല സ്ഥലത്തു നിന്നൊക്കെ വാഹനങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ RTO ഭയങ്കര സ്ട്രിക്റ്റാണ്. അതായത് പഴയ ഓണർ നിലവിൽ പിന്നെ അവരുടെ മൊബൈൽ നമ്പറൊക്കെ കറക്റ്റ് ലിങ്കഡ് ആണോ, അവരുടെ നമ്പറിലേക്ക് OTP കിട്ടുന്നുണ്ടോ, പുതിയ ആൾക്ക് OTP കിട്ടുന്നുണ്ടോ, ഈ പ്രോസസ് എല്ലാം കറക്റ്റായി പഴയ ഓണർ സൈൻ തന്നെയാണോ ഇപ്പോഴും ചെയ്തിട്ടുള്ളത്, ഇതെല്ലാം പക്ക വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ RC പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. പഴയ പോലെ എനിക്ക് എൻ്റെ RC ഒക്കെ പോയിട്ട് കൊണ്ടുപോയി കൊടുത്ത് മാറ്റുന്ന സിസ്റ്റം ഇപ്പം നിലവിലില്ല. അപ്പോൾ ഏതെങ്കിലും RCകൾ ഒന്നുകൂടി സേഫായി സുതാര്യമാക്കി രണ്ടാമത് സേഫാണ്, സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ RC പ്രോസസ്സ് ഡിലേ ആണ്. അതായത് ഇപ്പോൾ നമുക്ക് RC കൊടുത്തു കഴിഞ്ഞാൽ 2-3 മാസമൊക്കെ ചിലപ്പോൾ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ചില കേസുകളൊക്കെ പുറത്തുനിന്ന് അറിയാത്തവരുടെ അടുത്തൊക്കെ അല്ല ഏജന്റ് മുഖാന്തരം അല്ലെങ്കിൽ പുറത്തുനിന്ന് ഏതെങ്കിലും ആൾക്കാരുടെ അടുത്ത് നിന്ന് വാഹനം വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഓണർ കറക്റ്റ് പിന്നെ അവൈലബിൾ അല്ലാത്ത കേസുകളുണ്ടാവും. ചിലപ്പോൾ ഗൾഫിലാവാം, അല്ലെങ്കിൽ മറ്റ് ഫോണിലൊന്നും കിട്ടാത്ത ആളായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് RC പേര് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചില കേസുകൾ ഈ ഒരു കേസ് ഞാൻ ചോദിച്ചോട്ടെ, RC ഓണർ ഉണ്ട്, പക്ഷേ RC OTP കാര്യങ്ങളൊക്കെ വരും, ഓണർ മരിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ആണെങ്കിൽ, ഓണർ മരിച്ച കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് മറ്റൊരാൾ പേരിലേക്ക് പാർട്ടിക്ക് പേര് മാറ്റാൻ പറ്റില്ല. അതിൻ്റെ അവകാശികളായിട്ടുള്ള ഭാര്യ അല്ലെങ്കിൽ മക്കള് അവരുടെ പേരിലേക്ക് മാറിയതിനു ശേഷം അവർ പേരിൽ നിന്ന് വേണം അങ്ങനെ മറ്റൊരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ. നമുക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ് അതിന് അവരുടെ പേരിലേക്ക് ആദ്യം മാറാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, അവർ സ്വന്തം മരിച്ച ആളുടെ മക്കളുടെ പേരിലേക്ക് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഹസ്ബൻഡ് അവരുടെ പേരിലേക്ക് സെയിം അഡ്രസ് തന്നെയാണ് മാറാൻ പറ്റും. അവരുടെ ഫാമിലി അതിന് അവകാശികൾ ആരാണ് അവകാശികൾ അവരുടെ പേരിലേക്ക് ആദ്യം മാറ്റുക, എന്നിട്ട് നമ്മുടെ പേരിലേക്ക് മാറ്റുക. അതാണ് ഒരു സേഫ് ആയിട്ടുള്ള വേ. അപ്പോൾ ഓണർഷിപ്പ് ഇനി കൂടും അല്ലേ? അപ്പോൾ അത് ഓണർഷിപ്പ് കൂടും, സംഭവത്തിൽ ഓണർഷിപ്പ് കൂടും. ഇനി അതല്ലെങ്കിൽ പിന്നെ ലീഗലി സ്റ്റാമ്പ് പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഇപ്പോൾ അവൈലബിൾ അല്ലാത്ത കേസുകൾ ചിലപ്പോൾ അബ്രോഡ് ആവാം, ചിലപ്പോൾ മൊബൈൽ നമ്പർ ഇതിനകത്ത് അപ്ഡേറ്റഡ് അല്ലാതിരിക്കാം. അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാൻ. കാരണം അപ്പോൾ നമ്മളൊക്കെ ഒരു കേസ് ഉണ്ടെങ്കിൽ 1 വർഷത്തിന് ശേഷമാണ് അതൊന്ന് ഒരു പ്രശ്നം സോൾവ് ആയി കിട്ടിയത്. ആള് ഗൾഫിലായിരുന്നു. ഇതിനകത്താണെങ്കിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തൊരു അപ്ലിക്കേഷൻ ഇതിനകത്ത് കയറി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ നൂലാമാലകൾ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ RTO പരമായിട്ടൊക്കെ സപ്പോർട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രം വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഈ പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഡീലർ രജിസ്ട്രേഷൻ വന്നു, RTO ലൈസൻസ് വന്നു. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്പർ ഫസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്താൽ കണ്ടിരുന്നു, ന്യൂസ് കണ്ടിരുന്നു. റോയൽ ഡ്രൈവ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് നമ്മൾ വേണ്ടിയിട്ട് അപേക്ഷ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ എല്ലാ ഫൈനൽ ലെവലിൽ എത്തിയിട്ടുണ്ട്. നമുക്കടുത്ത് കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പെരിന്തൽമണ്ണ RTO നമ്മൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തല്ലോ. അത് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ഇത് സ്വകാര്യമാണ്. കാരണം ഈ കിടക്കുന്ന വണ്ടികളെല്ലാം നമ്മുടെ മണ്ടേക്ക് വരും, ഇതിന് ഓണർഷിപ്പ് അവകാശം വരും. അപ്പോൾ പിന്നെ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, പേര് മാറ്റി ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നല്ലൊരു സിസ്റ്റമാണ് പുതിയ വരാൻ പോകുന്നത്. അതുമാത്രമല്ല എന്താ പറയുക, ഇങ്ങനെ ഫ്രീലാൻസ് ആയിട്ട് പിന്നെ ചെയ്യാൻ പറ്റില്ല തോന്നുന്നില്ല. ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല നിലവിൽ. ഇതേപോലുള്ള ഷെഡ് കാര്യങ്ങൾ, അതായത് ഈ 300 വണ്ടി ഒരു ഉത്തരവാദിത്തമുള്ള ആളുകൾ വേണം. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഷോറൂം പോയിട്ട് വണ്ടി എടുക്കേണ്ട ആ ഷോറൂമിലെ ആൾക്കാർക്ക് ആ വണ്ടിയെ പറ്റി ഉത്തരവാദിത്തം. അതിനകത്ത് മെയിൻ റിസ്ക് എന്താ വരാൻ പോകുന്നറിയോ? ഇപ്പോൾ ഇവിടെ 300 വണ്ടി കിടക്കുന്നുണ്ട്. ഈ 300 വണ്ടിയും 300 ആളെ പേരില്ല. ഇതെല്ലാം കൂടി നമ്മുടെ പേരിലേക്ക് ആകാൻ പോവാ. ഈ ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ഉത്തരവാദിത്തം നമുക്കാവാൻ പോവാം. അപ്പോൾ ഈ വണ്ടിക്ക് മുകളിൽ എന്ത് പ്രശ്നം വന്നു, എന്ത് ഒരു ട്രയലിൽ പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിന് ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മളാണ്. ഇതിന്റെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ OTP കൊടുക്കേണ്ടത് നമ്മളാണ്. ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തം നമുക്കാണ് വരിക. അപ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ വള്ളികൾ കുറയും. കാരണം ഇപ്പോൾ നിലവിലെ കണ്ടീഷനിൽ ഇപ്പോൾ ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ 2 മാസം മുമ്പ് പർച്ചേസ് ചെയ്ത വാഹനങ്ങൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. ഇതിന് ഓണർ ചിലപ്പോൾ എന്ത് ചെയ്യണം, ഗൾഫിക്കോ അല്ലെങ്കിൽ മാറിപ്പോയിട്ടുണ്ടാവും. ഇവർ വിളിച്ചാൽ കിട്ടാത്ത പ്രശ്നം വരും. അപ്പോൾ ആ പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. പർച്ചേസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പേരിലേക്ക് ആ വാഹനത്തിന്റെ പിന്നെ അവകാശം മാറ്റിയിടാം. പക്ഷേ അവിടെ
ഓണർഷിപ്പ് മാറില്ല. RC ഓണർഷിപ്പ് എണ്ണം കൂടൂല, പക്ഷെ അതിന്റെ അവകാശം മൊത്തം നമുക്ക് വരും. ഒരു പവർ ഓഫ് അറ്റോർണി പോലെ നമ്മുടെ അതേപോലെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ OTP കൊടുക്കാം. അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. OTP കിട്ടാത്ത പ്രശ്നം അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്നൊരു ട്രസ്റ്റ് കൂടും. നമുക്ക് ഇങ്ങനത്തെ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു പേരുമാരി കിട്ടുന്നൊരു ട്രസ്റ്റ് കൂടും. തീർച്ചയായും പ്രശ്നം കുറെ പേര് അനുഭവിക്കുന്നത്. ഒരുപാട് ഇപ്പൊ ഈ പറഞ്ഞ ഇതൊക്കെ കണ്ടിട്ട് പലരും പറയും നിങ്ങളിങ്ങനെ വളവള ഡയലോഗ് അടിക്കാതെ ഒരു വണ്ടീൻ്റെ കാര്യം പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഇൻഫർമേഷൻ ആണ്, അറിയേണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി പറഞ്ഞാണ്, ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് 15 മോഡലാണ്. VX ആണ് സിറ്റി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഓടിയിട്ടുള്ളത്. പെട്രോളിൽ സൺറൂഫ് വരുന്ന VX സൺറൂഫ് അടക്കം വരുന്നുണ്ട്. CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ കറക്റ്റ് പ്രോപ്പർ സർവീസ് ഒക്കെ പോയി. വേറെ അപാകതയും കാര്യങ്ങളൊന്നുമില്ല. നല്ല ഹൈ ബോഡി ക്വാളിറ്റി, റീപെയിന്റ് ഒന്നും കയറാത്ത നല്ല അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന വാഹനം. ഓക്കെ, പെട്രോൾ ആണ്. CVT എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗിയർ ബോക്സ് അത്രയും സ്മൂത്ത് ഗിയർ ബോക്സ് ആണ്. പവറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഗിയർ ബോക്സ്. അഞ്ചും കൂടിയാണ്. കോട്ടയംകാരുടെ പ്രത്യേകത അറിയാലോ, അവനവന്റെ വണ്ടികൾ മാത്രം കൊണ്ടുനടക്കും. അപ്പോൾ വണ്ടി നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന 6.5 നമുക്ക് നെറ്റ് കൊടുക്കാം. 2015 VX CVT ഓട്ടോമാറ്റിക് വാഹനമാണ്. 6,50,000 രൂപ ഫൈനൽ റേറ്റ്. ലോൺ 1.5 ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാം. 50,000-60,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ സാധിക്കും. 5 വർഷത്തേക്ക് ഏകദേശം ഒരു 13 സംതിങ് വെച്ചിട്ട് EMI വരും. ഓക്കെ, ഫോർഡ് ആസ്പെർ ആണ് അടുത്തത്. KL 39 രജിസ്ട്രേഷൻ വാഹനം. ഇവിടെ തൃപ്പൂണിത്തുറ, എറണാകുളം ജില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2016 മോഡൽ ആസ്പെർ ടൈറ്റാനിയം എന്നുള്ള വേരിയന്റ്. ഫുള്ളിന്റെ തൊട്ട് താഴെ ടൈറ്റാനിയം ഫുള്ള് 16 സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 87,000 കിലോമീറ്റർ. പെട്രോൾ എഞ്ചിൻ വാഹനം. ഓക്കെ, കാര്യപ്പെട്ട മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും വരാത്തൊരു വാഹനമാണ്. പെട്രോൾ പിന്നെ സെഡാൻ കാറ്റഗറിയാണ്. മെയിൻ്റെനൻസും താരതമ്യേന കുറവായിരിക്കും. ഫോർഡിന്റെ സർവീസ് ഒക്കെ ഇപ്പോഴും കിട്ടും. നിങ്ങൾക്ക് ഈ വണ്ടിക്ക് പറ്റിയ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ ഫോർഡിന്റെ ഷോറൂം പോയാൽ ഇപ്പോൾ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും എല്ലാം സർവീസ് എല്ലാം അവൈലബിൾ ആണ്. യാത്ര ചെയ്തിട്ടുണ്ടോ ഫോർഡിൽ? ആസ്പെറിൽ പോയിട്ടില്ല. ഇല്ല, ഒന്ന് യാത്ര ചെയ്യേണ്ട ഒരു വാഹനമാണ്. നല്ല അടിപൊളി യാത്ര കംഫർട്ടുള്ള ഒരു വാഹനമാണ് ആസ്പെർ ഫിഗോ വാഹനങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ഷേപ്പ് കാണാൻ വലിയൊരു ഇതൊന്നും ഇല്ലെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം അതിന്റെ കംഫർട്ട്. ഓടിക്കാനായിരിക്കും തോന്നല്ലോ. ഓടിക്കാൻ നല്ല സ്മൂത്താണ് വണ്ടി. ഓക്കെ, യാത്ര ചെയ്യാൻ അടിപൊളിയാണ്. 87 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ടൈറ്റാനിയം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. സീറ്റ് ഓർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നും പെൻഡിംഗ് ഇല്ല. നോർമൽ ഒരു സർവീസ് കാര്യങ്ങൾ ചെയ്യാന്നല്ലാതെ വർക്കൊന്നും പെൻഡിംഗ് ഇല്ലാത്ത നല്ല അടിപൊളി വാഹനം. ഇത് എത്ര കൊടുക്കാം? 3,85,000 നെറ്റ് കൊടുക്കാം. 3,85,000 2016 പെട്രോൾ സെഡാൻ വാഹനം. ടൈറ്റാനിയം ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ വരുന്ന ആസ്പെർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോണും EMI കൂടെ എന്ന് പറഞ്ഞു ഒരു 3.5 വരെ നമുക്ക് ലോൺ കൊടുക്കാം. ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയൊരു വാഹനം. 5 വർഷത്തേക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. ഏകദേശം ഒരു 7 സംതിങ് വെച്ചിട്ട് EMI 7-8 റേഞ്ചിലായിട്ട് EMI വരും. ഏകദേശം ഒരു മൈലേജ് എത്ര കിട്ടും ഇതിൽ? ഫോർഡിൽ ഒരു 14-15 ആ റേഞ്ചിലായിട്ട് റേഞ്ച് കിട്ടും. അടുത്ത വണ്ടിയിലേക്ക് മാരുതി സുസുക്കി S-Star KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? 2 വീലറിന് 4 വീലർക്ക് അപ്ഗ്രേഡ് ചെയ്യണം. പക്ഷേ ഡ്രൈവിംഗ് അറിയില്ല, ചെറുതായിട്ട് അറിയാം, പക്ഷെ മുഴുവൻ അറിയില്ല. അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള വാഹനമാണത്. ചെറിയ ബഡ്ജറ്റിൽ 80 ഗിയർ ബോക്സിൽ വരുന്ന വാഹനം. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ 80 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാരുതിൻ്റെ എല്ലാത്തിലും AMT ആണ് വരുന്നത്. ഇത് അന്ന് 80 ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേങ്കിൽ 80ൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ അധികം ഡ്രൈവിംഗ് അറിയാത്തവർക്ക് പെട്ടെന്ന് ഒരു കയറ്റത്തിലൊക്കെ വണ്ടി വെച്ചാൽ പുറകോട്ടേക്ക് ഇറങ്ങിയപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നോർമൽ AMT പോലത്തെ അല്ലേ? ഓക്കെ, ബാക്കി എങ്ങനെയാണ് കാര്യങ്ങൾ? 2013 മോഡൽ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 59,000 കിലോമീറ്റർ. ഓക്കെ, വേറെ പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. VX എന്നുള്ള വേരിയന്റ് ആണ്. ABS അടക്കം വരുന്ന വാഹനമാണ്. VXI അന്നത്തെ ടോപ്പ് ആണ് ഇതിൽ. ഓക്കെ, ABS അടക്കം വരുന്നുണ്ട്. ഒന്നും ചെയ്യാനൊന്നുമില്ല അല്ലേ? കാര്യപ്പെട്ട പണികളൊന്നും ചെയ്യാനില്ലാത്ത നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം. ഓക്കെ, ഒരു അൾട്ടോണിന്റെ പൈസക്ക് വെറും 2,40,000 രൂപക്ക്. 2,40,000 2013 ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓട്ടോമാറ്റിക് 80 ഗിയർ ബോക്സ് വരുന്ന VXI S-Star നിങ്ങൾക്ക് സ്വന്തമാക്കാം. 13 മോഡൽ. അത്യാവശ്യം മൈലേജ് കിട്ടുമായിരിക്കും അല്ലേ? ഒരു 12-13 കൂടുതൽ പ്രതീക്ഷിക്കണ്ട. അത്രേ കിട്ടും. കാരണം 80 ആയതുകൊണ്ട് 80 ആയ ഗിയർ ബോക്സ് കൊണ്ടുവരാണ്. അത്രേ കിട്ടുള്ളൂ. ഓക്കെ, അതൊരു മാന്യമായ മൈലേജ് ആണ് 80. അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മോഡലുണ്ട്, അത്യാവശ്യം മോഡലുള്ള KL01 തലസ്ഥാന നഗരിയിലെ വാഹനം. ഓക്കെ, 2,40,000 നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. ലോണ് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു 2 രൂപേന്റെ അടുത്തൊരു 1.25 ലോൺ ചെയ്യാം. ബാങ്കില്ല, NBFC-കൾ, പ്രൈവറ്റ് ഫിനാൻസുകൾ പോലത്തെ കിട്ടത്തുള്ളൂ. ഓക്കെ, ഒരു 3 വർഷത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. 13 ആയതുകൊണ്ട് 3 വർഷം വരെ ചെയ്യാം. ഒരു 7 സംതിങ് 7 രൂപ റേഞ്ചിൽ EMI ഏകദേശം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു
ഓണത്തിനോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ മറന്നുകൊണ്ട നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരിക. ഒരു ബമ്പർ ഗിഫ്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അല്ലേ, ഒരു ബൈക്ക് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമ്മൾ ഇതാ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ, റൈറ്റ് ടോപ്പ് കോർണറിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ട്രൂ ചോയ്സിൻ്റെ. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്പർ, ആ നമ്പറിലേക്കൊക്കെ വിളിക്കാം. ഓഫീസ് നമ്പറും അനീസ് ഖാൻ്റെ വാട്സപ്പ് ഉണ്ട് അല്ലേ, വാട്സപ്പ് നമ്പറുണ്ട് കൊടുത്തിട്ടുണ്ട്. ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ മറന്നു, നമ്മുടെ ആപ്പിന്റെ കാര്യം എല്ലാ മാസം നമ്മൾ പറയുന്നതാണ്. കാർലെറ്റിന്റെ ആപ്പ് ഇതായിട്ടുണ്ട്, പ്ലേ സ്റ്റോർ അപ്രൂവ് ആയി, നിങ്ങൾക്ക് നോക്കാം. കാർലെറ്റ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ രണ്ടിലും ഉണ്ട്, വന്നിട്ടുണ്ട്. ഡാറ്റാസ് ആയിട്ടില്ല, ജസ്റ്റ് ഇപ്പോൾ പിന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് അപ്ലോഡ് ചെയ്തിട്ട് വെച്ചോ. ചെറിയൊരു പിന്നെ റിപ്പോർട്ടിംഗിൽ ചെറിയൊരു ഫോർമാറ്റിൽ ചെറിയ വ്യത്യാസം, അത് ഫൈനൽ ലെവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി ആയി കഴിഞ്ഞാൽ ഈ ഒരാഴ്ചയോട് കൂടി ഫുള്ള് സ്റ്റോക്കും കാര്യമൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിടാൻ പറ്റും. ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതിനകത്ത് അപ്ലോഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. നിങ്ങളുടെ വരുത്തുമ്പിൽ ഫുൾ ഡീറ്റെയിൽ, സ്റ്റോക്കിന്റെ എല്ലാത്തിന്റെ ഡീറ്റെയിൽ നിങ്ങളുടെ വരുത്തുമ്പിൽ ഫോർമാറ്റ് എങ്ങനെയാണ് ഇതിന്റെ ഫോർമാറ്റ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വണ്ടി അങ്ങോട്ട് കിടക്കുന്നുണ്ട്, കാണാൻ പറ്റും, റിപ്പോർട്ട് കാണാൻ പറ്റും. ഓക്കെ കാർലെറ്റ് അതുകൂടെ ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തോളാം. അതിന്റെ ലിങ്കും വേണമെങ്കിൽ നമ്മൾ കൊടുക്കാം അല്ലേ, ലിങ്കും കൊടുക്കാം. ഓക്കെ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ ഷെയർസ് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യാനും വിട്ടുവരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, അതും കമൻറ്റിൽ രേഖപ്പെടുത്തുക, എന്തുകൊണ്ടാണെന്നല്ലേ. അത്രയേ ഉള്ളൂ. ഓക്കെ, മാക്സിമം ഷെയർസ് കൊടുത്ത് ഹെൽപ്പ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. അനീസ് ഖാൻ നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.